ചെറുപ്പം മുതൽ അറിയാം. എൻ്റെ മോടെ ഏറ്റവും അടുത്ത സുഹൃത്തും. സത്യം പറയാമെങ്കിൽ അവൾ ഇവിടുത്തെ ഒരു വാനമ്പാടി കണക്ക് പറന്ന് നടന്ന് എല്ലാവരോടും സ്നേഹമായിട്ടും ഒക്കെ ആയിട്ട് പോയൊരു കൊച്ചാണ്. അവൾ സ്വന്തം പ്രയത്നത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് നല്ലൊരു വീട് വെച്ചു. പക്ഷേ അവൾക്ക് താമസിക്കാൻ പറ്റിയില്ല. എപ്പോഴും വരുമായിരുന്നു. വരും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പോയപ്പോഴും പറഞ്ഞു കയറി താമസം നമുക്ക് അടിപൊളിയാക്കണം, മറ്റേ മറിച്ചാണ് എല്ലാം പറഞ്ഞത്. ഈ മാസം പാല് കാച്ചിട്ട് ഓണത്തിനേക്ക് കയറി താമസിക്കണം. സംസാരിച്ചു. എല്ലാം അവൾ ഒറ്റയ്ക്ക് തന്നെ. അവിടെ പ്രയത്നങ്ങളാണ് അത് കാണുന്ന വഴി. അമ്മയുടെ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ അതിനുവേണ്ടി അവിടെ കൂടെ ആയിരുന്നു. അമ്മയെ കൊണ്ടുപോവുകയും അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അമ്മയുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരുന്നു. മസ്കറ്റിലായിരുന്നു അപ്പോൾ കൊണ്ടുവരുന്നു. കുടുംബത്തോടെ മസ്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും. അവസാനമായിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു സംസാരിച്ചത്? ഇതിനെക്കുറിച്ചായിരുന്നു അവസാനമായിട്ട് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കണ്ടത്. അത് കഴിഞ്ഞ് അവളൊരു 3 ദിവസത്തേക്ക് ഒപ്പിടാനായിട്ട് വന്നിട്ട് പോയ പോക്കാണ് ഈ സംഭവിച്ചത്. നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമായിരുന്നല്ലോ. അന്ന് അവിടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞെട്ടിപ്പോയി. വാർത്ത കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. ആദ്യം വന്ന് എന്നോടാണ് ചോദിക്കുന്നത്. എന്തോ അടുത്ത് ബന്ധുവാണ്. തൊട്ട് മേടത്തെ വീടല്ലേ. അല്ല, പഴയ വീടുണ്ടല്ലോ അവർക്ക്. അവിടുത്തെ സ്ഥലങ്ങൾ മേടിച്ചു. അവൾ പഴയ വീട് അവിടെ തന്നെ ഉണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അമ്മയെ അവിടെ താമസിപ്പിക്കാനും ഒക്കെ ആയിരുന്നു അവിടെ പ്ലാന്. അപ്പം അവൾ പോയി കഴിയുമ്പോൾ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അടുത്തൊരു നല്ല വാടകക്കാരുണ്ട്, അവരെ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ ആയിരുന്നു അവിടെ പ്രതീക്ഷകളും എല്ലാം. ജോലി അവൾക്ക് ഇവിടെ സെറ്റിലാകണമെന്നായിരുന്നു അവിടെ പ്ലാൻ. അതെ. ഭയങ്കര വിഷമമെന്നല്ല, നമുക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ വലിയ ഭയങ്കര, എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇങ്ങനൊരു വാർത്ത ആദ്യമേ വന്നപ്പം അവിടെ രഞ്ജിത ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എങ്ങനെ രക്ഷപ്പെടുമായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എങ്ങനെങ്കിലും. ഇത്രയും ദിവസമായിട്ട് DNA അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അവിടെ പോയി അത് കഷ്ടപ്പെട്ടല്ലേ. ഒരു RD ഏജൻറ്റ് അതുവഴിയൊക്കെ പോകുമ്പോൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. പ്രായമായ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞെന്നറിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഭയങ്കര വേദനയാണ്. ആർക്കും ഇങ്ങനൊരു ദുരവസ്ഥ വരാതിരിക്കട്ടെ, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. 2 കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ശരിയൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഈ സംഭവങ്ങൾ നടന്ന ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. വളരെയധികം ഫീലുണ്ട് എല്ലാവർക്കും. രഞ്ജിനിയെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ് ലോകം മൊത്തമായിട്ട് ആൾക്കാർ വളരെ ഫീൽ ചെയ്തു. നാടിൻ്റെ മകളെന്നാണ്. അത് പ്രായത്തിലൊത്ത ഒരു നല്ല ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കാണാൻ വരുക. പുള്ളി ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. ഡയാലിസിലാണ് ഇപ്പോൾ. എന്നിട്ടും യാത്ര ചെയ്യുക. ആരോഗ്യം ദൈവം തന്നു. എൻ്റെ ടെസ്റ്റ് മണി മറ്റുള്ളവർക്കൂടെ പറയാനാണ്. 3 ഡയാലിസിസ് വൺസ് ഇൻ എ വീക്ക്. അപ്പോൾ ഗോഡ് ഗ്രേസ് ഒക്കെ ഈ ടെസ്റ്റ് മണി മറ്റുള്ളവർക്കൂടെ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് വർക്ക് ചെയ്യുന്നത്. മൊത്തമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസൻ്റ് ആയ വർക്കിംഗ്. ഇവിടെ ഞാനിപ്പോൾ നാഷണൽ ജസ്റ്റിസിലാണ്, PRO, കേരള സ്റ്റേറ്റ് ആൻഡ് തമിഴ്നാട്. ഓക്കെ. ഇവർക്ക് വേണ്ടി ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതിനുവേണ്ടി എൻ്റെ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റിപ്പോർട്ട് ഡൽഹിയിൽ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലാണ്. അപ്പം ഞാൻ അവർക്ക് ഇത് സെൻഡ് ചെയ്യാം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവരുടെ ബന്ധുക്കളെ ഞങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. അവരുമായിട്ടൊന്ന് കണ്ടുമുട്ടിയാൽ നമുക്ക് നോക്കാം. അവരെ ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യുവാണെങ്കിലേ നമുക്ക് വേണ്ട കാര്യം മുന്നോട്ട്. അങ്ങനെ ഒരു ബ്ലോക്കായി കിടക്കുന്നുണ്ട്. നമുക്ക് വേണ്ട പോലെ ഞാൻ മറ്റുള്ള ആൾക്കാരുമായിട്ട് കൺവിൻസ് ചെയ്യാം. വിദേശത്തുള്ള ഒത്തിരി കോണ്ടാക്ട്സുകളുണ്ട് എനിക്ക്. അതെ, ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഞെട്ടിയൊരു വാർത്തയാണ്. പിന്നെ പല ഇൻഡസ്ട്രീസ് ഡയറക്ടേഴ്സുണ്ട് എനിക്ക്, നോർത്ത് ഇന്ത്യയിലും ഓൾ ഓവർ ഇന്ത്യ.
അപ്പോൾ അങ്ങനെ ഒരു സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലരെയും കൺവിൻസ് ചെയ്യാൻ പറ്റും ഈ കാര്യം. ഓക്കെ, മാക്സിമം